ഓരോ ദിവസവും ഭൂമിയിലെ എണ്ണയുടെ 1/5 വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ ജലപ്പരപ്പിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാനെ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രങ്ങളുടെ നേർത്ത രേഖ. ഇതിന് ഇംഗ്ലീഷ് ചാനലിനേക്കാൾ ഒരല്പം മാത്രമേ വീതിയുള്ളൂ. എന്നിട്ടും ഇത് ഭൂമിയിലെ മുഴുവൻ സാമ്പത്തിക ജീവനാഡിയെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ 24 മണിക്കൂറിലും 21 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ വെള്ളത്തിന് മുകളിലൂടെ ഒഴുകുന്നത്. അത് 1300-ലും അധികം ഒളിമ്പിക് വലിപ്പമുള്ള നീന്തൽക്കുളങ്ങൾ നിറയ്ക്കുവാൻ ആവശ്യമായ എണ്ണയാണ്. ഓരോ ദിവസവും $1.5 ബില്യൺ അധികം മൂല്യമുള്ള എണ്ണ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ കടലിടുക്ക് ഒരു ദിവസം പോലും അടച്ചിടുകയാണെങ്കിൽ ആഗോള എണ്ണവില കുതിച്ചുയരും. സാമ്പത്തിക വ്യവസ്ഥകൾ തകരുകയും രാഷ്ട്രങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്യും. ഈ തന്ത്രപ്രധാനമായ ജലപാതയുടെ വടക്കൻ തീരം മുഴുവൻ ഒരു രാജ്യമാണ് നിയന്ത്രിക്കുന്നത്. അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ്. 4 പതിറ്റാണ്ടിലേറെയായി ലോകത്തിൻ്റെ ഊർജ വിതരണത്തെ ബന്ദിയാക്കിക്കൊണ്ട് അത് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഇടുങ്ങിയ പാത ഭൂമിയിലെ ഏറ്റവും തർക്കവിഷയമായ ജലഭാഗമായി മാറിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം ആഗോള സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ശ്വാസം മുട്ടിക്കാനുള്ള അധികാരം നൽകുന്ന ഒരേ ഒരിടം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ കഥയാണ്. പുരാതന ഭൗമശിലാ ശക്തികൾ എങ്ങനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ തടസ്സബിന്ദു സൃഷ്ടിച്ചു എന്നും ആധുനിക ഭൂമി രാഷ്ട്രീയം അതിനെ എങ്ങനെ ഒരു ആയുധമാക്കി മാറ്റി എന്നുമുള്ള കഥ. ഹോർമൂസ് കടലിടുക്കിൻ്റെ കഥ. ഇന്ന് ഹോർമൂസ് കടലിടുക്ക് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് മനസ്സിലാക്കുവാൻ ഈ പാത ആദ്യമായി രൂപപ്പെട്ട ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പെർമിയൻ കാലഘട്ടത്തിൽ ഇറാനും അറേബ്യയുമായി മാറാനുള്ള കരഭാഗങ്ങൾ ഒരൊറ്റ ഭൂഖണ്ഡാന്തര പ്ലേറ്റിൻ്റെ ഭാഗമായിരുന്നു. ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ടെക്ടോണിക് പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൽ നിന്നും വേർപെടുവാൻ തുടങ്ങുകയും വർഷത്തിൽ ഏതാനും ഇഞ്ച് എന്ന നിരക്കിൽ സാവധാനം തെക്കു പടിഞ്ഞാറോട്ട് നീങ്ങുകയും ചെയ്തു. ഈ ചലനം പേർഷ്യൻ ഗൾഫ് എന്ന ആഴം കുറഞ്ഞ ഒരു താഴ്ന്ന പ്രദേശം സൃഷ്ടിച്ചു. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള കടൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ പ്ലേറ്റുകൾ പൂർണ്ണമായും വേർപിരിഞ്ഞിട്ടുമില്ല. ഗൾഫിനും തുറന്ന സമുദ്രത്തിനും ഇടയിൽ പ്രകൃതിദത്തമായ ഒരു കുടുക്ക് സൃഷ്ടിച്ചുകൊണ്ട് അവ ഒരു ഇടുങ്ങിയ പ്ലേറ്റിൽ ബന്ധിക്കപ്പെട്ടു. ആ കുടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. പിന്നീട് ഭൂമിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറുവാൻ പോകുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ യാദൃശ്ചികത. പേർഷ്യൻ ഗൾഫിന് തന്നെ ആഴം വളരെ കുറവാണ്. ശരാശരി 150 അടി മാത്രം. ഇതൊരു 15 നില കെട്ടിടത്തിൻ്റെ ഉയരത്തേക്കാളും അല്പം കൂടി ആഴം മാത്രമാണ്. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തുവാനിരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുകളിലൂടെയാണ് ഈ ആഴം കുറഞ്ഞ തടം സ്ഥിതി ചെയ്യുന്നത്. മണലിനും ആഴം കുറഞ്ഞ വെള്ളത്തിനും അടിയിൽ ഏകദേശം 728 ബില്യൺ ബാരൽ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരമുണ്ട്. അത് ലോകത്തിലെ ആകെ ശേഖരത്തിൻ്റെ 48%. കൂടാതെ 2800 ട്രില്യൺ കുബിക് അടി പ്രകൃതിവാതകവും അവിടെയുണ്ട്. ഇത് ആഗോളതലത്തിൽ തെളിയിക്കപ്പെട്ട ശേഖരത്തിൻ്റെ 38%. ഈ ഭൂമിശാസ്ത്രപരമായ നിധി ആയിരക്കണക്കിന് വർഷങ്ങളോളമായി അജ്ഞാതമായി തന്നെ തുടർന്നു. എന്നാൽ അതിനു മുകളിലുള്ള കടലിടുക്ക് പുരാതന നാഗരികതകളുടെ സമുദ്രപാതയായി വർത്തിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി വ്യാപാരികളും നാവിക സേനാംഗങ്ങളും മെസപ്പൊട്ടോമിയയെയും പേർഷ്യയെയും ഇന്ത്യയെയും അതിനും അപ്പുറമുള്ള നാഗരികതകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുന്നത് ഈ ജലപാതയിലൂടെയായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഗൾഫിന് താഴെ വിശാലമായ എണ്ണശേഖരം കണ്ടെത്തിയതോടെയാണ് ഈ ഇടുങ്ങിയ പാത ആധുനിക ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജലപാതയായി മാറിയത്. 1908-ൽ ബ്രിട്ടീഷ് പരിവേഷകർ ഇന്നത്തെ തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ പേർഷ്യയിൽ എണ്ണ കണ്ടെത്തി. അത് മിഡിൽ ഈസ്റ്റിനെ ലോകത്തിലെ ഊർജ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള തുടക്കമായിരുന്നു. പിന്നീട് സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇറാൻ എന്നിവിടങ്ങളിൽ ഉടനീളം വലിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തി. 1950-കളോടെ പേർഷ്യൻ ഗൾഫ് പ്രദേശം ഭൂമിയിലെ മറ്റെവിടേക്കാളും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിരുന്നു. ഇതിനെയെല്ലാം ആഗോള വിപണിയിൽ എത്തിക്കുവാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇന്ന് ഈ പ്രദേശം വെറും 6 രാജ്യങ്ങളിൽ നിന്നായി
ഓരോ ദിവസവും 17 ദശലക്ഷത്തിലും അധികം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവിടെയാണ് പ്രശ്നം. പേർഷ്യൻ ഗൾഫ് ഏതാണ്ട് പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ടതാണ്. 3 വശങ്ങളിലും കരയാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിന് തുറന്ന സമുദ്രത്തിലേക്ക് ഒരു ഇടുങ്ങിയ എക്സിറ്റ് മാത്രമേ ഉള്ളൂ. ആ ഏക എക്സിറ്റ് ഹോർമൂസ് കടലിടുക്കാണ്. അതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ പോയിന്റിൽ വെറും 21 മൈൽ മാത്രമേ വീതിയുള്ളൂ. ഇത് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര ചാനലുകളിൽ ഒന്നായി മാറുന്നു. ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായി ബന്ധിപ്പിക്കുന്നു. അത് പിന്നീട് അറബിക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും തുറക്കുന്നു. അന്താരാഷ്ട്ര സമുദ്ര നിയമം കടലിടുക്കിലൂടെ 2 പ്രത്യേക ഷിപ്പിംഗ് പാതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോന്നിനും 2 മൈൽ വീതിയാണുള്ളത്. ഇവയെ വേർതിരിക്കുവാൻ 2 മൈൽ ബഫർ സോണുമുണ്ട്. ഇതിനർത്ഥം മുഴുവൻ കടലിടുക്കിലും വെറും 4 മൈൽ വെള്ളം മാത്രമാണ് വാണിജ്യ ഷിപ്പിങ്ങിനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ ദിശയിലേക്കും 2 മൈൽ വീതം. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പോകുന്ന ഓരോ ഓയിൽ ടാങ്കറും ഒരു കുടുക്കിലൂടെ കടന്നു പോകണം. ഇത് കടലിടുക്കിനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ചെക്ക് പോയിന്റാക്കി മാറ്റുന്നു. ദിവസവും ഏകദേശം 21 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ കൂടെ കടന്നു പോകുന്നുണ്ട്. അത് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന പെട്രോളിയത്തിൻ്റെ 1/5 ഭാഗമാണ്. ഇത് വ്യക്തമാക്കി പറഞ്ഞാൽ അമേരിക്ക മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ഈ ഒരൊറ്റ ഇടുങ്ങിയ പാത കൈകാര്യം ചെയ്യുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ ഈ ചെക്ക് പോയിന്റിലൂടെ ഒഴുകുന്ന എണ്ണയെ നിർണായകമായി ആശ്രയിച്ചിരിക്കുന്നു. ജപ്പാൻ മാത്രം അതിൻ്റെ എണ്ണയുടെ 75% ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതിദിനം 3 ദശലക്ഷത്തിലും അധികം ബാരൽ. കടലിടുക്ക് പെട്ടെന്ന് അടച്ചുപൂട്ടിയാൽ ഈ രാജ്യങ്ങൾക്ക് ഉടനടി ഊർജ്ജ പ്രതിസന്ധി നേരിടേണ്ടി വരും. വെറും 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ഇന്ധനക്ഷാമം ദൃശ്യമാകാൻ തുടങ്ങും. കടലിടുക്ക് അടച്ചുപൂട്ടുന്ന വാർത്ത വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആഗോള എണ്ണവില 30 മുതൽ 50% വരെ വർദ്ധിക്കും. ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അരാജകത്വത്തിന് കാരണമാകും. ഹോർമൂസ് കടലിടുക്കിൻ്റെ മുഴുവൻ വടക്കൻ തീരവും ഇറാൻ്റേതാണ്. ഇത് 900 മൈലിലും അധികം വരുന്ന കടലിടുക്കിൻ്റെ തന്ത്രപ്രധാനമായ വടക്കൻ തീരത്തിന്മേൽ ടെഹ്റാനിൽ നിന്ന് പൂർണ്ണ നിയന്ത്രണം നൽകുന്നു. ഇത് ആധുനിക അതിർത്തികളുടെ ഒരു യാദൃശ്ചികതയല്ല. ഈ തീരപ്രദേശത്തിന്മേലുള്ള ഇറാന്റെ നിയന്ത്രണം പുരാതന പേർഷ്യൻ സാമ്രാജ്യം വരെ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് നീളുന്നു. ഈ തീരത്തുടനീളമുള്ള ഡസൻ കണക്കിന് സൈനിക താവളങ്ങളിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തേക്ക് പോകുന്നതോ ആയ ഓരോ കപ്പലിനെയും ഇറാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലയോര തീരപ്രദേശങ്ങളിൽ കൊത്തിയെടുത്ത സുരക്ഷിതമായ താവളങ്ങളിൽ നിന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി പ്രവർത്തിക്കുന്നത്. ഇത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് സ്വാഭാവികമായ സംരക്ഷണം നൽകുന്നു. റഷ്യൻ നിർമ്മിത യാക്കോട്ട് മിസൈലുകളും ആഭ്യന്തരമായി നിർമ്മിച്ചിട്ടുള്ള ഗാലിജ് ഫാർസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആൻറ്റി ഷിപ്പ് മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ തീരത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇവ രണ്ടും വലിയ കപ്പലുകളെ മുക്കാൻ പ്രാപ്തമുള്ളവയാണ്. ഈ മിസൈലുകൾക്ക് 180 മൈലിലധികം ദൂരപരിധിയുണ്ട്. അതായത് ഇറാനിയൻ സേനയ്ക്ക് തങ്ങളുടെ സ്വന്തം പ്രാദേശിക ജലാതിർത്തി വിടാതെ തന്നെ കടലിടുക്കിൽ എവിടെയുമുള്ള കപ്പലുകളെ ആക്രമിക്കുവാൻ കഴിയും. മിസൈലുകൾക്ക് പുറമെ ടോർപിഡോകളും റോക്കറ്റുകളും ഹെവി മിഷൈൻ ഗണ്ണുകളും ഘടിപ്പിച്ച ചെറിയ അറ്റാക്ക് ബോട്ടുകളുടെ ഒരു നിര തന്നെ ഇറാനിലുണ്ട്. ഈ ചെറിയ ബോട്ടുകൾ 20 മുതൽ 30 വരെയുള്ള ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നു. വലിയ കപ്പലുകളെ കീഴടക്കുവാൻ സ്വാം ടാക്ടിക്സ് ഉപയോഗിക്കുന്നു. അവരുടെ ഈ ചെറിയ വലിപ്പത്തെ ഒരു ദൗർബല്യത്തിൽ നിന്നും മാരകമായ നേട്ടമാക്കി മാറ്റുന്നു. ഷിപ്പിംഗ് പാതകൾ തടയുവാൻ വേഗത്തിൽ വിന്യസിപ്പിച്ചിട്ടുള്ള ലളിതവും എന്നാൽ വിനാശകരവുമായ 2000-ലധികം നാവിക മൈനുകളും ഇറാന്റെ കൈവശമുണ്ട്. 1980-കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള തൻ്റെ സന്നദ്ധത ഇറാൻ തെളിയിച്ചു. കടലിടുക്കിൻ്റെ ചില പ്രദേശങ്ങളിൽ മൈനുകൾ സ്ഥാപിക്കുകയും നിഷ്പക്ഷമായ ഓയിൽ ടാങ്കുകളെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ ലോകം ഒരു കഠിനമായ പാഠം പഠിച്ചു. ആഗോള എണ്ണ വിതരണത്തെ ഭീഷണിപ്പെടുത്തുവാൻ ഇറാന് അത്യാധുനിക നാവികസേനയുടെ ആവശ്യമേ ഇല്ല. ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അസമമായ യുദ്ധമുറകളും മാത്രം മതിയാകും. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങളോ ഉപരോധങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാനിയൻ നേതാക്കൾ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. 2011 ഡിസംബറിൽ ഇറാന്റെ നാവികസേനാ കമാൻഡർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് ഇറാനിയൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് എളുപ്പമാണ് അത്. 2019-ൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം വീണ്ടും ഏർപ്പെടുത്തിയതിനു ശേഷം
ഇറാൻ കടലിടുക്കിൽ വെച്ച് 2 ബ്രിട്ടീഷ് ഓയിൽ ടാങ്കുകൾ പിടിച്ചെടുത്തു. ഈ ഭീഷണികൾ വെറും വാക്കുകൾ മാത്രമല്ലെന്ന് അങ്ങനെ അവർ തെളിയിച്ചു. അമേരിക്കൻ സൈന്യം ഹോർമൂസ് കടലിടുക്കിനെ നിർണായകമായ ദേശീയ സുരക്ഷാ താൽപ്പര്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ വെള്ളത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വിട്ടുവീഴ്ചയില്ലാത്തതാണെന്ന് അവർ പ്രഖ്യാപിച്ചു. കടലിടുക്കിൽ നിന്ന് വെറും 150 മൈൽ അകലെയുള്ള ബഹ്റൈനിലെ ആസ്ഥാനത്തുള്ള US നാവികസേനയുടെ 5ാം കപ്പൽപ്പട എല്ലാ സമയത്തും കുറഞ്ഞത് ഒരു വിമാനവാഹിനി കപ്പൽ ഗ്രൂപ്പ് എങ്കിലും ഇവിടെ പെട്രോളിങ്ങിനായി നിലനിർത്താറുണ്ട്. എന്നാൽ അമേരിക്ക മാത്രമല്ല, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, ചൈന എന്നിവരും ഇവിടെ നാവിക സാന്നിധ്യം നിലനിർത്തുന്നു. ഇത് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ സൈനികവൽക്കരിക്കപ്പെട്ട ജലഭാഗമാക്കി ഇതിനെ മാറ്റുന്നു. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ടാങ്കറുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ഒരു യാത്രയ്ക്ക് $3 ലക്ഷം മുതൽ $50 ലക്ഷം വരെ വാർ റിസ്ക് പ്രീമിയം ഈടാക്കുന്നു. ഇത് സംഘർഷത്തിൻ്റെ യഥാർത്ഥ അപകടത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുക. മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഓരോ പിരിമുറുക്കവും ആഗോള എണ്ണ വിപണിയെ ഉടനടി തന്നെ ബാധിക്കുന്നു. 2020 ജനുവരിയിൽ ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചപ്പോൾ ഇറാൻ പാത അടച്ചുകൊണ്ട് തിരിച്ചടിക്കുമെന്ന ഭീതിയിൽ എണ്ണവില ഒറ്റ രാത്രി കൊണ്ട് വർദ്ധിച്ചത് 4%. എന്നാൽ ഇറാഖിലുള്ള US ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാൻ ഇതിന് പ്രതികരിച്ചത്. പക്ഷേ കടലിടുക്കിനെ ബോധപൂർവം ഒഴിവാക്കി. അത് അടച്ചുപൂട്ടുന്നത് ലോകത്തെ മുഴുവൻ തങ്ങൾക്ക് എതിരെ ഒന്നിപ്പിക്കും എന്ന് അവർ മനസ്സിലാക്കി. ലോകം പകരമായുള്ള മാർഗങ്ങൾക്കായി തീവ്രമായി തിരയുന്നുണ്ട് എങ്കിലും ഭൂമിശാസ്ത്രം പ്രായോഗികമായ ഓപ്ഷനുകൾ ഒന്നും നൽകുന്നില്ല. കടലിടുക്കിനെ പൂർണ്ണമായും മറികടക്കുവാൻ സൗദി അറേബ്യ ഒരു പൈപ്പ് ലൈൻ സംവിധാനം നിർമ്മിച്ചു. എന്നാൽ അത് പ്രതിദിനം 5 ദശലക്ഷം ബാരൽ മാത്രമേ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഹോർമുസിലൂടെ ഒഴുകുന്നതിൻ്റെ 1/4 പോലും അതിന് സാധിക്കില്ല. കപ്പലുകൾക്ക് അറേബ്യൻ ഉപദ്വീപിന് ചുറ്റും സഞ്ചരിക്കാം, പക്ഷേ അത് യാത്രയിൽ 2500 മൈലുകളും 2 ആഴ്ചത്തിലും അധികം സമയവും ചിലവഴിക്കേണ്ടി വരും. ഇത് എണ്ണക്കച്ചവടത്തെ സാമ്പത്തികമായി ലാഭകരമാക്കുന്നില്ല. പ്രതിദിനം 21 ദശലക്ഷം ബാരൽ എണ്ണ ഈ 21 മൈൽ പാതയിലൂടെ നീക്കുന്നതിന് മറ്റൊരു ബദലില്ല എന്നതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. വടക്കൻ തീരത്തെ ഇറാന്റെ നിയന്ത്രണം എന്നത് ഇറാനിയൻ പ്രദേശം കൈവശപ്പെടുത്താതെ അമേരിക്കൻ സൈനിക ശക്തിക്ക് പോലും പൂർണ്ണമായും നിർവീര്യമാക്കാൻ കഴിയാത്ത ഒരു തന്ത്രപ്രധാനമായ നേട്ടമാണ്. അങ്ങനെ ഈ തർക്കം തുടരുന്നു. ലോകത്തിന് ഈ കടലിടുക്ക് തുറന്നിടേണ്ടതുണ്ട്. ഈ ആവശ്യം ഒരുതരം അധികാരമാണെന്ന് ഇറാൻ അറിയുകയും ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്ക് ഭൂമിശാസ്ത്രത്തെക്കാൾ ഉപരിയാണ്. അതൊരു ശാശ്വതമായ പ്രതിസന്ധി തന്നെയാണ്. ആഗോള നാഗരികതയുടെ ഘടനയിൽ 21 മൈൽ ദൈർഘ്യമുള്ള ഒരു വലിയ ബലഹീനത. ലോകം എണ്ണയിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം, ആ എണ്ണ പേർഷ്യൻ ഗൾഫിൽ നിന്ന് വരുന്നിടത്തോളം കാലം ഈ പാത ഭൂമിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായി തന്നെ തുടരും. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണം സൈനികമോ സാമ്പത്തികമോ ആയ ശക്തിക്ക് അതീതമായൊരു സ്വാധീനം നൽകുന്നു. ആഗോള ഊർജ വിപണികൾക്ക് മേൽ നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു വീറ്റോ അധികാരം. വ്യോമാക്രമണത്തിലൂടെ ഈ സ്വാധീനത്തെ നശിപ്പിക്കാനാകില്ല. ഉപരോധങ്ങളിലൂടെ ഇല്ലാതാക്കാനുമാകില്ല. നാവിക ഉപരോധങ്ങളിലൂടെ നിർവീര്യമാക്കാനുമാകില്ല. ഇത് ശാശ്വതമാണ്. മനുഷ്യർ നിലനിൽക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ടെക്ടോണിക് ശക്തികളാൽ കൊത്തിയെടുക്കപ്പെട്ടതാണ്. നിലവിലെ സർക്കാരുകൾ വീണതിന് ശേഷവും ഇത് നിലനിൽക്കും. ഓരോ ദിവസവും 1000-ലധികം കപ്പലുകൾ ഇതിലൂടെ കടന്നു പോകുന്നു. ചരക്ക് കപ്പലുകൾ, ടാങ്കറുകൾ, കണ്ടെയ്നർ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഓരോന്നും ഈ പാത തുറന്നിരിക്കുന്നതിനെ ആശ്രയിക്കുന്നു. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളറിന്റെ എണ്ണ ഈ ചെക്ക് പോയിന്റിലൂടെ ഒഴുകുന്നു. ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും ഒരു പ്രതിസന്ധി തടയും എന്ന് പ്രതീക്ഷിച്ച് ലോകം ശ്വാസമടക്കി പിടിക്കുന്നു. ഇതാണ് ഹോർമൂസ് കടലിടുക്ക്. മാറ്റാൻ കഴിയാത്ത ഭൂമിശാസ്ത്രത്താലും പരിഹരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്താലും നിയന്ത്രിക്കപ്പെടുന്ന നാഗരികതയുടെ ജീവരക്തം വഹിക്കുന്ന 21 മൈൽ വെള്ളം. ഈ ആധുനിക യുഗത്തിൽ ഒരു ഭൗമരാഷ്ട്രീയ ആയുധമായി മാറിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ യാദൃശ്ചികത. എണ്ണ നമ്മുടെ ലോകത്തെ ചലിപ്പിക്കുന്നിടത്തോളം കാലം ഈ ഇടുങ്ങിയ പാത ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ചെക്ക് പോയിന്റായി തന്നെ തുടരും. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.